അപ്പൊ എന്നോട് മുഹദ്ദിസിനെ കൊണ്ടുവരണമുണ്ട്, കൊണ്ടുപോടാ മുഹദ്ദിസിനെ ഇങ്ങോട്ട്, ആരാണോ നിനക്കിത് പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു. എന്നെ പഠിപ്പിച്ച മുഹദ്ദിസിനെ നിങ്ങൾ കണ്ടോളി, ആരെന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. കള്ള ഹദീസ് 20 മിനിറ്റ് വിശദീകരിക്കുക. ആ മുഹദ്ദിസ് മൂക്കും തടച്ച് വരിക, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാൾ വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തത് അതാ. ഇതിനെപ്പറ്റി ഇപ്പൊ ചത്ത പോത്ത് എന്നാ പറഞ്ഞത്. ചത്ത പോത്തിന് പിന്നെ കുറുമ വെക്കണോ വരട്ടണോ എന്ന് ചിന്തിക്കോ, അതുകൊണ്ട് കുഴിച്ചിടല്ലേ ചെയ്യാൻ. ദുർബല ഹദീസാണ് കൊണ്ടുപോകുന്നുണ്ട്, തട്ടിയാ പോരെ. ഇയാൾ 20 മിനിറ്റാ വിശദീകരിക്കണേ. എന്തിനാ ഇതൊക്കെ പറയണത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് വെച്ച് വിളിച്ചാൽ അതിന് ശിർക്കുണ്ടോന്നാ ചോദിക്കണത്. അത് ദുർബല ഹദീസല്ലേ, കൊണ്ടുപോകുന്ന ഒറ്റ തട്ട് കെട്ടിയ പോരെ. ഇയാൾ വിശദീകരിക്കാണ്. എന്താ വിശദീകരിക്കണത്? ചത്ത പോത്തിനെ വിശദീകരിക്കണം. എന്താ ഈ കള്ള ഹദീസ് എന്നാ ഇപ്പൊ പറയണത്. കള്ള ഹദീസ് എന്നാ റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്നാ. അങ്ങനത്തെ മൗദൂആയ ഹദീസാണ് ഇതെന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടില്ല. ഇത് ഹസനായ സനദ്, സ്വീകാര്യമായ സനദ് തന്നെ ഇതിനുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണത്, നബി വരെ എത്തുന്ന മർഫൂ അല്ല. അവർ സഹാബിയുടെ വാക്കായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന നിലക്ക് അത് ദലീലായി സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയുമില്ല. ഏതായിരുന്നാലും മൗഖൂഫ് സഹീഹാണ്, എന്നാൽ ഹസനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. അപ്പൊ പരിക്ക് പറ്റിയ പോത്ത് എന്ന് പറഞ്ഞാൽ പോരെ, ചത്ത പോത്ത് എന്ന് പറയണോ? ഏതായാലും ആ ചത്ത പോത്തുകൊണ്ട് ഇപ്പൊ കുറുമ വെക്കണ അപ്പൊ നിങ്ങൾ കേട്ടത്. എന്താ ആദ്യത്തെ മറുപടി? യാ ഇബാദല്ലാഹ് എന്നത് അവരുള്ള ദുആ ആയി റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ദുആ ആണോ ശിർക്കാണ്? അത് മരിച്ചവരാകട്ടെ, ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, എല്ലാം എന്തും പറയാലോ. ദുആ ആണോ അത് ശിർക്കാണ്. അതുകൊണ്ട് ഇത് ദുആ ആയി ചൊല്ലാൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി. ഇനി 2 കേട്ടോളി. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എൻ്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കണ്ടോ? അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ശബ്ദം കേൾക്കുന്നിടത്തും അല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓടി വരട്ടെ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് പറയും? വണ്ടി വരിയോ എന്ന് പറയും, ഓടി വരണേ എന്ന് പറയും. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാ? അല്ല. അതുപോലെ ഉള്ളത് അത് ജായിസായ സാധാരണ അനുവദിക്കപ്പെട്ടൊരു വിളിയല്ലേ അത്? അതുപോലത്തെ അനുവദിക്കപ്പെട്ട വിളിയാണിത്. ശിർക്ക് അല്ലാന്ന് മാത്രല്ല, ശിർക്കിലേക്ക് പോകുന്നുള്ള പേടിയും കൂടിയും വേണ്ട. വസീലത്ത് ശിർക്കും കൂടി ആവൂല. നോക്കണം നിങ്ങള്, ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കാരണം സാധാരണ മനുഷ്യന്മാരെ നമ്മൾ വിളിക്കണ്ടല്ലോ. അതെന്താ? അത് ജായിസായ വിളിയല്ലേ? അതുപോലെ ജായിസായ വിളിയാണ് വണ്ടിയേരിയോ എന്നുള്ള വിളി പോലെയാണ്. കണ്ടോ? ഇനി കേട്ടോളൂ. മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിൻ്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത
ഒരാൾക്കും കാണാൻ കഴിയില്ല. അതോ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകണ്ട, ലൈഫ സയ്യെന്ന് നോക്കേണ്ടതില്ല. സനത് നോക്കാതെ തന്നെ നേർക്ക് നേരം എടുത്താൽ എന്തേ ഉള്ളൂ, ഒരപാകതി അതിലില്ല. മണ്ടിയേരിയോ എന്നുള്ള വിളി അതിൽ അപാകത ഉണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു സാധാരണ വിളിയാണത്. ഒരപാകത ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ പറഞ്ഞത് ചെറുക്കാണെന്നാ. നീ കേട്ടോളൂ. അങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവർ ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകൾ, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികൾ, പിന്നെ കോട്ടേജുകൾ, അതേപോലെ കൊട്ടാരങ്ങൾ, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങൾ എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ 2009 മൂപ്പര് തീർത്ത് പറഞ്ഞാണ് ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല. തീർത്ത് പറഞ്ഞോടത്തുനിന്ന് കേന്ദ്രം ഇലക്ഷൻ വന്നപ്പോ മൂപ്പര് പിന്നോട്ട് പോയി. കാരണം എന്താ? സിൽബന്ദികൾ പിന്നാലെ കൂടി, അഖലാനികൾ പിന്നാലെ കൂടി മൂപ്പരെ നേതാവാക്കി കേന്ദ്രം പിടിച്ചെടുക്കണം തീരുമാനിച്ചു. അഹ്ലുസുന്നത്തിന്റെ ആദർശം പ്രസംഗിക്കുന്നവരൊക്കെ കുത്തി പുറത്തിയടിക്കണം തീരുമാനിച്ചു. കുറെ താടിവടിയന്മാര് പിന്നാലെ കൂടി. എന്നിട്ട് എന്താക്കി? ഇയാളോട് പറഞ്ഞ് എന്ത് നമുക്ക് ശരിയാക്കണം. അതിന് കേന്ദ്രം ഇലക്ഷനിൽ കള്ളപ്രചരണം തുടങ്ങി. എന്താ? യാ ഇബാദല്ലാഹിനൂനി എന്ന കള്ള ഹദീസും കൊണ്ട് ജിന്നുകളെ വിളിക്കാൻ വേണ്ടി കുറെ ആൾ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഇയാൾ പറഞ്ഞ പോലെ മുജാഹിദ് കേരളത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. ഇപ്പൊ പറഞ്ഞതോ അത് അവരോടുള്ള പ്രാർത്ഥന ആണ് അല്ല എന്ന് പറഞ്ഞാണ് പുറത്താക്കും. അങ്ങനെ പുറത്തായിക്കൊണ്ടേയിരിക്കുകയാണ്. നീ കേട്ടോളി ബാക്കി. ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. ജിന്നുകൾ മാത്രാണെന്ന് പരിമിതപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട്, അത് കളവാ. ആ ഒറ്റ റിപ്പോർട്ടും ഇല്ല. അത് പല സ്ഥലത്ത് നമ്മൾ ആ റിപ്പോർട്ട് കൊണ്ടുവരും. ഇതുവരെയും സാധിച്ചിട്ടില്ല അവർ കൊണ്ടുവരാൻ. ഇരിക്കട്ടെ, ഇനി ആരൊക്കെയാണ് ആ ഇബാദല്ലാഹ് എന്നുള്ള വിളിയിൽ ഉൾപ്പെടുക? ഏതൊക്കെ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? കേട്ടോളിയും പറയണത്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. കണ്ടോ? അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇപ്പൊ പറഞ്ഞത് ശിർക്ക് വരുന്നുണ്ട് എന്നാ. എന്താ 2009 ശേഷം ഇപ്പൊ 2012 ജിബ്രീൽ വന്നോ? CD ടവറിൽ പുതിയ വഹി ഇറങ്ങിയോ? എപിക്ക് നിങ്ങൾ പറയണ മറുപടി അല്ല. TPക്ക് കടലുണ്ടിയിൽ വഹി വന്നോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ശിർക്കാണ് എന്നുള്ളത്? ഇതിൽ ശിർക്ക് വരുന്നില്ല എന്ന് 2009 പറഞ്ഞിട്ട് ഇപ്പൊ തിരുത്താൻ എന്താ കാരണം? നോക്കണം നിങ്ങൾ. ജിന്നാണെന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്, മലായിക്കത്താണെന്നുള്ള റിപ്പോർട്ടുണ്ട്, പിന്നെ അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങനെ പറയാമെന്നതിൽ പക്ഷാന്നല്ല. അത് മൂപ്പരെ പോക്കറ്റുന്ന, അത് റിപ്പോർട്ടിലുള്ളതല്ല. എന്താ മൂപ്പര് പറയാ? അനസ്മുസ്യാർ പറയാണ്, ഇപ്പൊ നമ്മള് അറേബ്യയിലൊക്കെ പോയാൽ നമ്മളെ പേരറിയില്ലെങ്കിൽ അബ്ദുല്ലാഹ് എന്ന് വിളിക്കും, അഹമ്മദ് എന്ന് വിളിക്കും, അബ്ദുല്ലാഹ്. അപ്പൊ ആ അർത്ഥത്തിൽ കുറെ ആളുണ്ടെങ്കിൽ ഇബാദല്ലാഹ് എന്ന് വിളിക്കൂലേ? അതുപോലെയാണ് അത് മൂപ്പരെ ശീൽബന്ദികളുടെയും വക. ആ റിപ്പോർട്ടിലുള്ളത് ജിന്നാണെന്നുണ്ട്, മലക്കാണെന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹം പറഞ്ഞ രണ്ടത്. ഈ CD പിൻവലിച്ചണോ? മാപ്പ് പറഞ്ഞണോ? തൗബ ചെയ്തണോ? നിങ്ങൾ ചോദിക്കണം.
ഇയാളെ താങ്ങി നടക്കുന്ന ചില ആളുകൾ ഈ പരിസരത്തൊക്കെ ഉണ്ടല്ലോ, പള്ളിക്കും മദ്രസക്കും വേണ്ടി. അപ്പൊ ഈ ദുർബല ഹദീസിന് 20 മിനിറ്റ് വ്യാഖ്യാനം കൊടുത്തത് ആരാ? ഞാനല്ല. ഈ പറഞ്ഞ മറുപടിയൊക്കെ തന്നെ നമ്മളും പറയുന്നത്. അതിൽ ജിന്ന് പെടും, മലക്ക് പെടും. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല, അത് മണ്ടിയരോ എന്ന് പറയുന്നത് പോലത്തെ ഒരു വിളി പോലത്തെ ഒരു വിളിയുള്ളൂ, അതിലൊരിക്കലും ദുആ അല്ല. ഇതാണ് നമ്മൾ പണ്ടേ പറഞ്ഞ മറുപടി. ആ മറുപടിയിൽ ഇന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് പറയുന്നു നമ്മൾ ശിർക്കിലേക്ക് പോയി. ഇപ്പൊ പറഞ്ഞെടുക്കണം എന്താണെന്നറിയോ? ഈ വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ പ്രസംഗം കേൾക്കാൻ കൂടി വരൂല. ഖുറാഫികളെക്കാളും കഷ്ട. സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ലെന്ന് നാണം കെട്ട സർക്കുലർ ഇറക്കേണ്ട ഗതികേട് വന്നില്ല നിങ്ങൾക്ക്. ഇവിടെ ചേകനൂര് പോയി ഹദീത്തിന്റെ ഒരു തുണ്ടോ വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ശുദ്ധ കുഫ്ർ പ്രസംഗിച്ചു. അയാളുടെ പ്രസംഗം കേൾക്കരുതുണ്ട് സർക്കുലർ ഇറക്കിയോ KNM. അതുപോലെ മുഅ്ജിസത്തുകളെ നിഷേധിച്ചുകൊണ്ട് CN അഹ്മദ് പോലെ പുറത്തുപോയി അയാളെ പ്രസംഗം കേൾക്കുന്ന സർക്കുലർ ഇറക്കിയോ. ഹുസൈൻ മടവൂരും കൂട്ടരും ആദർശം മാത്രമല്ല ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി. കള്ള രജിസ്ട്രേഷനിലൂടെ പലതും കൈവശപ്പെടുത്തി. ശബാബ് കൈവശപ്പെടുത്തി, പുടവ് കൈവശപ്പെടുത്തി, അതുപോലെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് മർക്കസ് ദേവ കൈവശപ്പെടുത്തി. എന്നിട്ട് പോലും അവരെ പ്രസംഗം കേൾക്കുന്ന സർക്കുലർ ഇറക്കിയിട്ടില്ല. എന്താ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേൾക്കുന്നതെന്ന് മാത്രം സർക്കുലർ ഇറക്കാൻ കാരണം എന്താ? അത് ജനങ്ങൾ കേട്ടാൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നേതാക്കന്മാരെ കള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാ കേൾക്കണ്ടെന്ന് പറയുന്നത്. ഇത്ര നാണം കെട്ട ഒരു സർക്കുലർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ. അങ്ങനെ സർക്കാർ കണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ മറുപടി ഈ ഹദീസിനെ പറ്റി യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല എന്നപ്പ പറയുന്നത്. ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് ജംഇയ്യത്തുൽ ഉലമ ഹനീഫ് കായക്കൊടിയാണ്. ഈ 2012 ജനുവരിയിൽ പോലും സുഹൃത്തുക്കളെ ഇതാ KJUവിന് കൊടുത്ത പ്രബന്ധം, ഫൈസൽ മുസ്ലിയാരും ഹനീഫ കായക്കൊടിയും കൊടുത്ത പ്രബന്ധം 2012 ജനുവരി, ഒരു കൊല്ലം തികയുന്നുള്ളൂ. ആ പ്രബന്ധത്തിൽ സുഹൃത്തുക്കളെ ഇതിന്റെ 18ാമത്തെ പേജില് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിനെ പറ്റി പറഞ്ഞത് കേട്ടോളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ന്യൂനപക്ഷം ദുർബലല്ല എന്ന് പറഞ്ഞോലുണ്ടെന്ന് കിട്ടിയില്ലേ? ഇനി കേട്ടോളൂ. സൂക്ഷ്മ പഠനത്തിന് ശൈഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തു അഹാദീസുൽ ദഈഫ വായിക്കുക, നമ്പർ 615. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഈഫ എന്ന് പറഞ്ഞാൽ പോയാ പോരെ, പിന്നെ സ്വീകാര്യമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലിയാണ്. സ്വഹീഹാണെങ്കിൽ പോലും ആ ഹദീസിന്റെ ആശയ സാധ്യതകളിൽ എവിടെയും മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കേട്ടോ, യാ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഹനീഫ കായക്കൊടി കൊടുത്ത പ്രബന്ധം ഞാൻ വായിക്കുന്നത്, എന്റെ പ്രബന്ധമല്ല. നല്ലോണം കേട്ടോളിയും. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാളറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇങ്ങനെയുണ്ട്. അപ്പൊ ജിന്നുകളും മലക്കുകളുമാണ് ഇബാദത്തുകൊണ്ട് ഉദ്ദേശമെന്ന് 2012 ജനുവരിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ജംഇയ്യത്തുൽ ഉലമക്ക്. അതുവരെ നമ്മളെ വാദതാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല വാദം മാറിയിട്ട്. ഇപ്പൊ മലക്കും ജിന്നും വിചാരിച്ചാൽ തന്നെ ശിർക്കാവുന്ന അപ്പൊ പറയുന്നത്. ഇങ്ങനെയുണ്ട് ഒരു ദീന് മാറ്റല്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ദീന് മാറ്റാനുള്ള തെളിവ്? ഇനി കേട്ടോ, ഒരാളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിന്റെ ഭാഗമാണിത് എന്ന് ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖിന്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. കണ്ടോ, ദിക്റിന്റെ ഭാഗമാണ്. സക്കരിയ സലാഹി പറഞ്ഞതല്ല, പിന്നെയോ ഹനീഫ കായക്കൊടി പറഞ്ഞതാ. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്ത ദിക്റിന്റെ ഭാഗമാണെന്ന് ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണ്. ഇതാണ് സുഹൃത്തുക്കളെ വ്യക്തമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ അവസാനത്തത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. ഈ പ്രബന്ധത്തിന്റെ അവസാനം ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിശദീകരണമായി ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖ് നടത്തിയൊരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽ-ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നിനോടുള്ള സഹായതേട്ടം ഹറാമാണ്, ശിർക്കാണ് എന്നല്ല. ശിർക്കായതിനെ സക്കരിയ സലാഹി ചുരുക്കിക്കെട്ടി ഹറാമാക്കി. കണ്ടോ, ജിന്നിനോടുള്ള സഹായതട്ടം ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനതൻ ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ, അത് കാഫിർ ജിന്നാണെങ്കിലും ശൈത്താനാണെങ്കിലും, അംബിൽ ജിന്നിയിൽ മുസ്ലിം ജിന്നാണെങ്കിലും ശരി, ജിന്നോടുള്ള സഹായതട്ടം ഹറാമാണ്. ഇവിടെ ഒരുത്തം വന്നിട്ട് ചോദിച്ചത്രേ, ഹറാം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ കൊടുത്ത പ്രബന്ധത്തിൽ അതാ. ഇനി 5 പണ്ഡിതന്മാർ ജംഇയ്യത്ത് കൊണ്ട് നടക്കുന്ന ഫത്വയുണ്ടല്ലോ, ലജ്നയുടെ ഫത്വ, ആ ലജ്നയുടെ ഫത്വയിൽ ഇബ്നു ബാസ്,
അതുപോലെ തന്നെ ബക്കർ അബൂ സൈദ്, സാലിഹുൽ ഫൗസാൻ, അബ്ദുള്ള ഖദയാൻ ഇവരെല്ലാവരും ഒപ്പിട്ടിട്ടുള്ള 5 ആൾ ഒപ്പിട്ടിട്ടുള്ള ഫത്വ അതിലുണ്ട്. എന്ത്? ഒരു റുഖിയ നടത്തുന്ന ആൾക്ക് ജിന്നിനെ സഹായത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ലാ യജൂസുൽ ഇസ്തിഖ്ദാമുൽ ജിന്നി ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാം. ജിന്നിന്റെ സഹായം ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ജിന്നിനോടുള്ള സഹായത്തേട്ടമാണ്. വഹിയ വസീലത്തും മിൻ വസായിലി ശിർക്കി. അത് ശിർക്കിലേക്കുള്ള മാർഗങ്ങളിൽപ്പെട്ടൊരു മാർഗമാകുന്നു. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന സക്കരിയ സലാഹി കൊണ്ടുവന്ന വാക്കാ വസീലത്തു ശിർക്ക് എന്നാ ചിലവരെ വിചാരം. പാടില്ല. അർറുക വഹ്കാമുഹ എന്ന് പറയുന്ന സാലി ആലു ശൈഖിന്റെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇദനൽ വാജിബു തർക്കുൽ ഇസ്തിആന. ജിന്നിനോട് സഹായം ചോദിക്കൽ ഉപേക്ഷിക്കുക എന്നതാണ് നിർബന്ധമായിട്ടത്. കാരണം അത് വസായിലി ശർരി വശിർക്കി, ശിർക്കിലേക്കും ഷെറിലേക്കുമുള്ള മാർഗങ്ങളിൽപ്പെട്ടൊരു മാർഗമാണ്. ആരും പറഞ്ഞിട്ടില്ല വസീലത്തു ശിർക്കാന്ന് എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ചോദിക്കാമെന്നൊരു വാദം സക്കരിയ സലാഹിക്കുണ്ട്. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, തെളിവ് ഹാജരാക്കണം. കഴിഞ്ഞ 30 വർഷമായി പ്രബോധന രംഗത്തുള്ള എൻ്റെ പ്രസംഗങ്ങളും എൻ്റെ ഖുതുബകളും എൻ്റെ ലേഖനങ്ങളും ഈ മുസ്ലിം കൈരളിയുടെ മുമ്പിലുണ്ട്. കൊണ്ടുവരൂ, നിങ്ങൾ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവാ. 1/2 മിനിറ്റ് ക്ലിപ്പ് കൊണ്ടുവാ, ഒരു വാചകം കൊണ്ടുവാ. ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ചോദിക്കാം, അത് ജായിസാണെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ലേഖനം. പച്ചക്കള്ളമാണ് സുഹൃത്തുക്കളെ പറഞ്ഞ് നടക്കുന്നത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. കളവ് പറയുന്നവരെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അതല്ലാതെ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. എന്നിട്ടോ ഞാനിതൊക്കെ പറയുമ്പോൾ പറയാണ് അതൊക്കെ തെറിപ്രസംഗമാണ്. ആരാ തെറിപ്രസംഗം നടത്തിയത്? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് കേട്ടോളൂ എന്നെ കുറിച്ച്. ഈ ചെറിയ മുണ്ടമാണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് അദ്ദേഹവും യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യം വിശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. അത് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. നേരെ മറിച്ച് ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത് അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അദ്ദേഹം ഛർദിച്ചതാണ് ജബ്ബാർ മൗലവി കുടിച്ചത്. ആ പൃഷ്ഠം ഇലനക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠം നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കരിയ സലാഹിയുടെ പൃഷ്ഠം നക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാളിതുവരെ അത് സ്വീകരിച്ചു വന്ന ആദർശത്തിന്റെ നേരെ കുതിര കയറിക്കൊണ്ട് തൗഹീദുള്ള ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന ഈ ശിർക്കൻ പ്രചരണം ഇത്തരത്തിലുള്ള ഏത് കുൽസിത ശ്രമങ്ങളുടെ പേരിലാണെങ്കിലും ആ വിത്താണ് ഈ എടത്തനാട്ടുകരയിൽ മുളക്കാൻ അനുവദിക്കാതിരിക്കുക. എടത്തനാട്ടുകരയിൽ പ്രസംഗിക്കാം, എന്റെ നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാം. എന്താ പ്രസംഗിച്ചത്? അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടം ഛർദിച്ചതാണ് തിന്നത്. നല്ല ഭാഷയാണ് അബ്ദുൽ ജബ്ബാറിന്റെ. അദ്ദേഹത്തെ കാലത്തെ പ്രായമുള്ള ആളാ. ഞങ്ങളെ പറ്റിയൊക്കെ പറയുന്നു ഞങ്ങൾക്ക് പ്രായത്തെ ബഹുമാനമില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് ബഹുമാനമുണ്ടോ? അദ്ദേഹം പറയാണ് ഇലനക്കിയുടെ ചെറിനക്കി. അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കി, അദ്ദേഹത്തിന് ചെറിനക്കി. ഞാൻ പറയുന്നത് സ്വീകരിക്കുന്ന മുജാഹിദുകൾ, അടുത്തനാട്ട് മുജാഹിദ് പ്രവർത്തകർ പൃഷ്ഠം നക്കികളാണ്. ആലോചിച്ച് നിങ്ങള്. ഇന്നിപ്പോ ഒരു സാധാരണ ഈ അങ്ങാടിയില് ഈ ചെളുക്കളെന്നറിഞ്ഞ നമ്മള് തെറിയും പറഞ്ഞു നടക്കണേ, അങ്ങനത്തെ ആളുകൾ പോലും പറയാൻ ഉപയോഗിക്കാത്ത വാക്കുകളാ ഇയാൾ പറയുന്നത്. ഇയാളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്നത്. ഇയാളെ താങ്ങി നടക്കാണ്. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്രേ, അബ്ദുറഹ്മാൻ സലഫിയുടെ മൂത്രം ചാടിക്കിടക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ്യത ഉണ്ടോ? ഇങ്ങോട്ട് വ്യക്തി പൂജ ഇങ്ങോട്ട് കൂടിയിട്ടേ നിങ്ങളെ എന്താ കുഞ്ഞിപ്പോ മച്ചന്താളെ പേര് ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞാണ്. എങ്ങനെയുണ്ട്? അപ്പൊ വലിച്ചോൻ പറഞ്ഞത്ര നിങ്ങൾക്ക് ചിലപ്പോ യോഗ്യത ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അയാളെ തന്നെ ചാടിക്കിടക്കാനുള്ള യോഗ്യത ഉണ്ടാണ്, എന്നിട്ടല്ല മൂത്രം. അപ്പൊ ഈ രൂപത്തിൽ വ്യക്തി പൂജയിലേക്ക് പോകാൻ ഇയാളെ പറ്റി നോക്കണം നിങ്ങൾ. ഇനി നിങ്ങൾ കേട്ടോ, ഇപ്പൊ സുഹൃത്തുക്കളെ എന്താ സംഗതി എന്നറിയോ? ഭൗതികം അഭൗതികം, ജിന്നും മലക്കും അഭൗതികമാണ്, അതുകൊണ്ട് ശിർക്കാണ്. 2012 മാത്രം അഭൗതികമായത്, അതുവരെ ഭൗതികമായിരുന്നു തന്നെ. 2012 യോഗം കൂടി തീരുമാനിച്ച അഭൗതികം. പണ്ടും അഭൗതികം തന്നെയാണത്. പക്ഷെ അഭൗതികം എന്നതിന്റെ അർത്ഥം എന്താ? ഗൈബി. ജിന്നും മലക്കൊക്കെ ഗൈബിയായ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടോ മറ്റോ കണ്ടെത്താൻ പറ്റിയ സൃഷ്ടിയല്ല.
അള്ളയും റസൂലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ജിന്നുണ്ട് മലക്കുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണശാലയിൽ ടെസ്റ്റ് ട്യൂബിക്കിന് വന്ന് ചാടിയതല്ല ജിന്ന്. അള്ള പറഞ്ഞു, റസൂല് പറഞ്ഞു. അതാണ് ഗൈബിയായ സൃഷ്ടി എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ അവർ നമ്മളെ കണ്ണിന്ന് മറഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ്. ആ നിലക്ക് ഗൈബി എന്ന് പറയാ. എന്നാൽ തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന, പ്രാർത്ഥനയാകുന്നതും ആകാതിരിക്കുന്നതുമായ വിളികളെ വേർതിരിക്കുന്നിടത്ത് ഒരഭൗതികം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭൗതികം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള, പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അപ്പുറത്തുള്ള. ആ അർത്ഥത്തിൽ ജിന്നിനെ പറ്റി പറയാൻ പറ്റുമോ? ജിന്ന് കാര്യകാരണങ്ങൾക്ക് അപ്പുറത്താ? ജിന്ന് പ്രാപഞ്ചിക നിയമത്തിന് പുറത്താ? അല്ല. അങ്ങനെ പറഞ്ഞാൽ അഭൗതികമായ കഴിവ് ജിന്നിനുണ്ട് മലക്കിനുണ്ട് എന്ന് വരും. ഇത്ര കാലം നമ്മൾ പറഞ്ഞെന്താ? അഭൗതികമായ കഴിവെന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനാണ് അഭൗതിക കഴിവ് എന്ന് പറയുക. സൃഷ്ടികളുടെ മുഴുവൻ കഴിവും ഭൗതികമാണ്. ഒരിക്കലും അവരെ കഴിവ് അഭൗതികമല്ല. എന്നാൽ ഇവരെ പുതിയ വാദം കൊണ്ട് ജിന്നിന് അഭൗതിക കഴിവുണ്ട്, മലക്കിന് അഭൗതിക കഴിവുണ്ട്. എത്ര സ്ഥലങ്ങളിൽ നമ്മൾ എഴുതി അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ തിരുത്തണോ, വിഴുങ്ങണോ? എന്നിട്ട് അതും പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല. ഇപ്പൊ എന്താ പണിയെന്നറിയോ? ഞങ്ങൾക്കെതിരിൽ ഖുറാഫികളെ ക്ലിപ്പിടുക. എന്ത്? ഹാലിറോ യാ ഹാലിറോ അംബിയ കൊല്ലും ഹാലിറോ. സക്കരിയ മൗലവി, നിങ്ങൾ എന്താ ഇതിന് മറുപടി പറയാ? നിന്നോടൊരു ചോദ്യം. അപ്പൊ ഹാലറായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വാദം. ഇതിന് ഞങ്ങൾ എന്താ മറുപടി പറയാ? ഓ, ഞങ്ങൾ ഉത്തരം മുട്ടി. ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. سيدي شيخي حالروا يا حالروا شيخي يا رسول الله حالروا الله حالروا يا حالروا المجلس حالروا. എന്താ 2012 വരെ ഈ ക്ലിപ്പിന് മറുപടി പറഞ്ഞിന്ന്? അതിനെപ്പോഴും പറയാനുള്ളത് നിങ്ങൾക്ക് മാറ്റം വന്നു, ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. 2012 വരെ യായ്വാദുള്ളണ്ടല്ലോ. അന്ന് നമ്മളൊക്കെ ഒരേ മറുപടിയല്ലേ കൊടുത്തത്. അവിടെ ഹാലിറുള്ള ജിന്നോ മലക്കോ ആണെങ്കിൽ അത് സാധാരണ വിളിയാണ്, പ്രാർത്ഥനയല്ല. അതിൻ്റെ അകത്ത് ഈ ഹാലിറു ശരിയാവുന്ന തന്നെ ഇമ്മജ്ലിസിൽ ഹാലിറു അംബിയക്കുല്ലും ഹാലിറു ഖുറാബി കത്തിയും പിടിച്ച് പറഞ്ഞ ഹാലിറാവോ? ആവോ? അമ്പിയാക്കൾക്ക് അവിടെ ഹാജരാകാൻ പറ്റുമോ? ഔലിയാക്കൾക്ക് അവിടെ ഹാജരാകാൻ പറ്റുമോ? മരിച്ചുപോയ ആളുകൾക്ക് എത്ര കത്തി കാട്ടിയാലും ഹാജരാക്കാൻ പറ്റുമോ? സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. ഖുതുബിയത്തിന്റെ സാഹചര്യം വൈദ്യശിക്ക് ഹാജരായിട്ടുണ്ട്, മൗലിദിന്റെ സാഹചര്യം മുദ്ദനബി ഹാജരായിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലാതെ മരിച്ചവർക്ക് ഹാജരാകാൻ കഴിയില്ല. മരിച്ചവരെ ഹാജരാക്കാൻ ആർക്കും കഴിയില്ല. അതാ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. നിങ്ങൾക്കിപ്പോ മറുപടി ഉണ്ടാവൂല. നിങ്ങൾ ഞങ്ങളെ മേലിട്ടുകാണ്ട് ജനങ്ങൾ മുമ്പ് രക്ഷപ്പെടുക. പിന്നെ എന്താ ക്ലിപ്പ് എന്നറിയോ? ചേറ്റുവയിലെ അമ്പലത്തിലെ ക്ലിപ്പ്. അവിടെ മുസ്ലിം ജിന്നാണ്. എന്നിട്ട് ഏഷ്യാനെറ്റ് നജമുദ്ദീൻ പതാപണി ഏഷ്യാനെറ്റ് നോക്കുക, ക്ലിപ്പ് കിട്ടാൻ നിവൃത്തികേട് കൊണ്ടേ. എന്നിട്ട് ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നിട്ട് പീതാംബരൻ ചേട്ടനോട് ചോദിക്കാം, പീതാംബരൻ ചേട്ടൻ ഇപ്പൊ ജിന്നിനെ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറുണ്ട്. മുവഹിദുകൾ ശിർക്കിന് പോയി എന്നുള്ള തെളിവാപ്പ് കേട്ടോ. പിന്നെ കല്യാണിക്കുട്ടിയുണ്ട്, കല്യാണിക്കുട്ടി കല്യാണി ചേച്ചി വിളിക്കാറുണ്ട്. ഞാൻ വിളിക്കാറുണ്ട്, കല്യാണി ചേച്ചി വിളിക്കാറുണ്ട്. അടുത്തത് ജോബിച്ചേട്ടൻ വിളിക്കാറുണ്ട്. ജോബിച്ചേട്ടൻ വിളിക്കാറുണ്ട്. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നതിന് ഈ നവമടവൂരിട്ട ക്ലിപ്പ് ഏതാ? ചേറ്റുവയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പ് എന്നുള്ളത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല. അത് ജനസിൽ കുറച്ച് വേണം, ഉപ്പേ വാങ്ങാൻ കിട്ടുള്ളൂ. ഇത്ര അധപ്പതിച്ചു പോകരുത് നിങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണല്ലോ. മുജാഹിദുകൾ പ്രവർത്തകർ ശിർക്കിലേക്ക് പോയി എന്നതിന്റെ തെളിവ് പൊന്നാനിയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്, ചേറ്റുവയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്, ജോബിച്ചേട്ടന്റെ അഭിമുഖം, കല്യാണിക്കുട്ടിന്റെ അഭിമുഖം. പേറി നടക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് നവമടപൂരികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറയാ യാ ജിബ്രീലു യാ മീകായിൽ. കണ്ടോ, ഹാലറാക്കിയിട്ട് ആരെ വിളിക്കണത്? മലക്കും ജിന്നോയ ശിർക്കല്ല എന്നല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് ക്ലിപ്പ് ഇടുക. കണ്ടോ, ആ ക്ലിപ്പ് കണ്ടോളി. يا جبريل يا ميكائيل يا إسرافيل يا عزرائيل يا جبريل يا ميكائيل يا إسرافيل يا عزرائيل يا جبريل يا ميكائيل يا إسرافيل يا عزرائيل يا جبريل
إسرافيل يا عزرائيل. ഖുറാഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അബൗദിക കഴിവുണ്ടെന്നല്ലേ, അവർ വിളിച്ചാൽ കേൾക്കുന്നല്ലേ, വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നല്ലേ അവരെ വിശ്വാസം. ഞങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഞങ്ങൾക്ക് മീകായിലെ മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാണ്. മലക്കുൽ മൗത്തെ ആയുസ് നീട്ടി തരണം ശിർക്കാണ്. മലക്കുകളോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്. യാതൊരു സംശയമല്ല, ഞങ്ങൾക്ക് സംശയമല്ല. എന്നാൽ മലക്ക് ഹാജറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കഴിവിൽപ്പെട്ട് ചോദിച്ചാൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മലക്ക് ഹാജറുണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾ ചോദിച്ചോളീൻ പഠിപ്പിച്ചിട്ടില്ല. മാത്രല്ല മലക്കുകൾക്ക് ഒരിക്കലും തന്നെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് മാറ്റാനും മറിക്കാനും കഴിയൂല. അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടികൾ ചെയ്യുക മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചതല്ലേ. എന്നിട്ട് ഇപ്പൊ ഞമ്മക്കതില്ല യാജിബിലിന്റെ ക്ലിപ്പിടുക. എന്നാ ആരാണ് ഇവിടെ മലക്കിനെ വിളിച്ച പ്രശ്നമല്ല, തെറ്റല്ല, കുറ്റകരമല്ല എന്ന് പറഞ്ഞത്? കേട്ടോളിയും, മുസ്ലിയാരെന്ന് കേട്ടോളിയും. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിർക്കാണ്, കുഫ്രാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നല്ല, അത് ശിർക്കാണെന്നാ ഇപ്പൊ നിങ്ങൾ പറയണത്. നിങ്ങളെ പുതിയ വാദം അനുസരിച്ച് കണ്ണോട്ടൻ ഒരീസം മുസ്ലിം ആകാൻ കഴിയൂല. ഓട്ടോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി. ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കെങ്കിലും തർക്കമുണ്ടോ? കണ്ണ് കാണാത്തവരോട് സഹായം തേടാന്നില്ല തർക്കം തന്നെയല്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യ ഉള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. മലക്കിനെ കാണുന്നില്ല, പക്ഷെ മലക്കിന്റെ സാന്നിധ്യമുണ്ട്. ശബ്ദം കേട്ടു, ഹാജറ ബീവി കേട്ട പോലെ. എന്നാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടാ ഈ പുകില് മുഴുവനും. ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വസീലയാകുള്ളൂ. അതുകൊണ്ട് ഹറാമൻ ശിർക്കാൻ തന്നെ പറയണം, അല്ലെങ്കിൽ പുറത്താക്കുന്നു. ഇയാൾ ഒരു പ്രശ്നമല്ല, ഇയാൾ പിൻവലിച്ചണോ? ഈ CD പിൻവലിച്ചണോ? ഇത് തെറ്റാണെന്ന് വിചിന്തനത്തിൽ ലേഖനം കൊടുത്തണോ? നിങ്ങൾ ചോദിക്കണം. കേട്ടോളി. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. തെറ്റാണ്, കുറ്റകരമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇജ്മാഅയ കാര്യമാണ് മലക്കിനോട് ശബ്ദം കേട്ട സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ മലക്കിനോട് ചോദിക്കല് ഇജ്മാഅയ കാര്യമാണ്. എങ്ങനെയുണ്ട്? ആരാത് പറഞ്ഞത്? ഹാജറ ബീവി അത് ചെയ്തിട്ടുണ്ട്. ഹാജറ ബീവി ചെയ്ത് ശിർക്കല്ല എന്ന് പറയാ. പക്ഷെ നമുക്കതിൽ മാതൃക ഉണ്ടോ? എന്താണ് തൗഹീദിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞു ഹാജറ ബീവി നബിയല്ല. നമുക്ക് മാതൃക നമ്മുടെ ശരീഅത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താ. റസൂലോ സഹാബത്തോ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മലക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ഭൗതിക സഹായം ചോദിച്ചിട്ടില്ല. അവിടെ നമുക്കത് ചോദിക്കാൻ പാടില്ല. ഹാജറ ബീവി നബി അല്ലാത്തത് കൊണ്ട് നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ മാതൃകയും ഇല്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹാജറ ബീവി ചെയ്ത് ശിർക്കല്ല എന്ന് മാത്രം. ഇയാൾ പറയണ ഒരു പ്രശ്നമില്ല, ആരും അതിന് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറഞ്ഞുകൂടെ.
കേട്ടോളി. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മൾ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. കണ്ടോ? അപ്പൊ പ്രാർത്ഥന പാടില്ല എന്നേ ഉള്ളൂ. കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നില്ല. കണ്ണിൽ കാണാത്തവരോട് ആ മലക്കിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരോട് ചോദിക്കാം. അതുപോലെ കണ്ണിൽ കാണാത്ത മനുഷ്യന്മാരോടും ചോദിക്കാം. ജിന്നു മാത്രം മൂപ്പര് പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ ജിന്നിന്റെ തത്വം മൂപ്പര് പറഞ്ഞു. കണ്ണിൽ കാണാത്തവരോട് അവരുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നല്ല, അത് തെറ്റല്ല, കുറ്റകരമല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ യാ ജിബ്രീൽ ക്ലിപ്പ് ആർക്കാ ഫിറ്റാകുക? യാ ജിബ്രീൽ ക്ലിപ്പ് ആർക്കാ ഫിറ്റാകുക? നിങ്ങൾ പറ. ഞങ്ങൾക്കാ ഫിറ്റാകുക? ഈ പറഞ്ഞ മുസ്ലിയാർക്കാ ഫിറ്റാകുക. ഇനി നിങ്ങൾ നോക്കൂ, ജിന്നിനോടോ? അത് മുസ്ലിയാരിനെ പറയാണ്. ഒരു ജിന്ന് ഏതെങ്കിലും കോലത്തിലൂടെ വന്നു എന്നാൽ ആ ജിന്നിനോട് സംസാരിക്കാൻ പറ്റുമോ? കേട്ടോളി. കാണാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇപ്പൊ പറഞ്ഞത് ശിർക്കാവുന്നതാണ്. ഒരു ജിന്ന് ഇവിടെ വന്നു, അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ശിർക്കല്ല. അതിനൊരു ഉദാഹരണം മൂപ്പര് പറയാണ്. എന്ത്? ഒരു ജിന്ന് ഏതെങ്കിലും കോലത്തിൽ വന്നു, പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ പാമ്പായിട്ടോ മുസ്ലിയാരായിട്ടോ എന്തായിട്ടോ വന്ന്, അപ്പൊ ചോദിക്കാണ് എന്താ ജിന്നെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല. ഇപ്പൊ പുതിയ വഹി വന്നു, അത് ശിർക്കാണ്, ശിർക്കല്ല പുറത്താക്കും. കണ്ടോ? ഇതൊന്നും ഞങ്ങൾ പറയാൻ വിചാരിച്ചല്ല, മറ്റുള്ളവരോട് പറയാൻ വിചാരിച്ചല്ല, പക്ഷെ നിവൃത്തികേട് കൊണ്ട് പറയാ. ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ചത് കൊണ്ട് പറയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, ഞങ്ങൾ പറയാൻ ഒരിക്കലും 1.5 കൊല്ലത്തോളം ഞങ്ങൾ ക്ഷമിച്ചിരുന്നു. ഇനി ഈ പ്രസ്ഥാന ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നേതാക്കന്മാർക്ക് പിളർത്തിയേ അടങ്ങൂ. ഏതൊരു പ്രസ്ഥാനത്തിലെ താഴേക്കടയിൽ ചേരിപ്പോരും ഗ്രൂപ്പിസവും ഉണ്ടായാൽ അത് വിളിച്ചു ഉപദേശിച്ച് ഐക്യമുണ്ടാക്കേണ്ടവരാ നേതാക്കന്മാര്. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ ചങ്ങലക്കാ ഭ്രാന്ത് പിടിച്ചത് നേതാക്കന്മാരാണ്. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഗ്രൂപ്പിസം പറയുന്നത്. നോക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയല്ല, നിങ്ങൾ ഭിന്നിച്ചോളൂ, നമ്മളെ കൂട്ടത്തിൽ അല്ലല്ലാത്ത വിളിച്ചു പാത്തിക്കുന്ന കൂട്ടരുണ്ട്, അതുകൊണ്ട് വോട്ട് ഞങ്ങൾക്ക് ചെയ്തോളൂ എന്നാ. ജമിയത്തുൽ ഉലമാ വിശദീകരണം എന്ന് പറയുന്നത് തനിച്ച ഇലക്ഷൻ പ്രചരണമായിരുന്നു. അതിൽ വെച്ച് കാച്ചിയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇനി ആരോടാ ജനങ്ങൾ പോയി പറയുക? ഭിന്നിപ്പിനെ നിയന്ത്രിക്കാൻ ഇനി ആരോട് പറയും? ഇവിടെ വേലിയാണ് വിള തിന്നുന്നത്, ചെങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിട്ടത്. ഭ്രാന്ത് പിടിച്ചാൽ കൊണ്ടുപോയിടുന്ന സാധന ചെങ്ങല. അതിനോട് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്നെ കുറിച്ചൊരു ആരോപണമുണ്ട്. പുഴയിൽ വീണ് മുങ്ങിത്താകുന്ന സമയത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് പറയാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ഥലത്ത് ഞാനത് വിശദീകരിച്ചു എന്നറിയോ? ഞാനിപ്പോൾ അടുത്ത് എടവണ്ണയിൽ വെച്ച് വിശദീകരിച്ച ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ.
തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പുഴയിൽ വീണ് മുങ്ങി ചാകാനായ ഒരാൾക്ക് ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. അതങ്ങട്ട് പൂതി വീർപ്പിക്കുക അല്ലെ, വേറെ ഒന്നും കിട്ടാനില്ല, വേറെ ഒറ്റൊന്നും കിട്ടാനില്ല. എന്നിട്ടോ അനസംസ്യാർ പറയാണ്, ഇങ്ങനെയൊരു വാദം കൊണ്ടുവന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെട്ടു, എന്നിട്ട് ഫത്വ ഇറക്കി, ഇതാ ഫത്വ കേട്ടോളൂ. എങ്ങനെയുണ്ട്? സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞതിന് ഫെബ്രുവരിയിൽ ഇടപെട്ടു. എങ്ങനെയുണ്ട്? ഫെബ്രുവരിയിലാണ് ഫത്വ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏതാണ്ട് 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തൃശ്ശൂരിൽ പറയുന്നത്. എന്നിട്ട് ഈ മുസ്ലിയെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയൊരു വാദവുമായി ഒരു കൂട്ടർ വന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെട്ടു, എന്നിട്ട് ഫത്വ കാണിച്ചു കൊടുത്ത ലജ്ന ദായിമയുടെ ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ. ഇതിന്റെ ഡേറ്റ് ഒന്നും ആളുകൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് സെപ്റ്റംബർ 8 ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ ജംഇയ്യത്ത് മീറ്റിംഗ് കൂടിങ്ങാണ്ട് ഫത്വ ഉണ്ടാക്കിയതാണ്. പച്ച കള്ളമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, മുങ്ങി മരിക്കാൻ അടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചെന്നറിയോ? ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് കൃത്യമായി അന്ന് ഇവിടെ ഇടവണ്ണയിൽ ഇട്ട് കാണിച്ചതാ അല്ലേ? അതിലുള്ളത് എന്താ? ഇവിടെ ഉമർ മൗലവിയുടെ തൗഹീദ് എന്നും പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞല്ലോ. ഉമർ മൗലവിയുടെ തൗഹീദ് എന്താ? കണ്ണിൽ കാണാത്തതിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങളെ വാദാണ്. ഉമർ മൗലിക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കുസൃതിക്കാരന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ്. അവിടെ എന്റെ വാക്കന്നെന്താ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? അതില്ലാന്ന് നമ്മൾ എന്നെ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശരിക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശരിക്കാണ്, കാരണം കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തുൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തുൽ ഖുദൂഉ തദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ജിന്നുണ്ട്, നിങ്ങൾ വിളിച്ചോളിന്ന് ഞാൻ പറഞ്ഞു. ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു കുസൃതിക്കാരന്റെ ചോദ്യമാണ്. ജിന്നുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. പിന്നെ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ട് ഞാനൊരു ജിന്നാകുന്നു എന്ന് പറഞ്ഞ അവിടെ നിൽക്കണമില്ല. പ്രമാണം കൊണ്ടും തെളിഞ്ഞിട്ടില്ല, കണ്ണുകൊണ്ട് കാണാവുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരാള് ജിന്നിനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ, ഇവിടെ അനീഫ കായക്കൊടി പറഞ്ഞു ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ശിർക്കാണ്. മൊയ്യത്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അത് പുഴയിൽ വീഴുമ്പോഴായാലും, കുളത്തിൽ വീഴുമ്പോഴായാലും, മരത്തുമെന്ന് വീഴുമ്പോഴായാലും, എവിടുന്ന് വീഴുമ്പോഴായാലും, ഏത് ഘട്ടത്തിലായാലും ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ശിർക്കാണ്. പച്ച കള്ളം നിങ്ങൾ എന്റെ പേരിൽ വെറുതെ പറയണ്ട. ഇനി ബാക്കി കേൾപ്പിച്ചു കൊടുക്കുക. ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന് പുറത്തു പോകില്ല. കണ്ടോ? അത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണത്, ഹറാമാണ് വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന് പുറത്തു പോകൂല. കാരണം എന്താ? പ്രാർത്ഥന എന്റെ മനസ്സിലില്ല എന്നാണ് ആ പോയത്തക്കാരൻ പറയുന്നത്. അവിടെ പ്രാർത്ഥന ഇല്ലാതിരിക്കും ആർക്കെങ്കിലും? അത്തരം ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് സഹായം കിട്ടുന്ന നിലക്ക് വിളിച്ചു പോകുന്ന ഒരു വിളിയുണ്ട്. അത് പ്രാർത്ഥനാ ഭാവത്തോടെ വിളി തന്നെയാണ്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആള് പറയാണ് എന്താണ്? അയാൾക്ക് മാത്രം ബാധകായ മറുപടിയാ. കുസൃതിക്കാരന്റെ ചോദ്യം എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല, അഖ്സാ ഗായത്തുൽ ഖുദൂഉ വ തദല്ലുൽ ഇല്ല, ദുആ ഇല്ല.
ദുആ അല്ലെങ്കിൽ പിന്നെ ശിർക്കല്ലല്ലോ. പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെങ്കിൽ ഒരു മുഅ്മിന് വിളിക്കോ? ഹറാമായ വിളി. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യം. ശിർക്കല്ല എന്ന് പറഞ്ഞു. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്നർത്ഥം തന്നെ. ശിർക്കല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്? വ്യഭിചാരം ശിർക്കല്ല. അതിന്റെ അർത്ഥം വ്യഭിചരിക്കാന്ന. കള്ളുകുടി ശിർക്കല്ല ആണോ? മോഷണം ശിർക്കല്ല. അപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞൊരു വാചകത്തെ കടിച്ചു തൂകിയിട്ടാണ് ഇപ്പൊ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക? നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന് പൂർവഗാമികൾ കൊടുത്ത നിർവചനം എന്താ? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം എന്നാണ്. ഇപ്പൊ അതിനെ കളിയാക്കാണ്. തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ഇത്ര കാലം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് അംഗീകരിച്ചിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ പോലും അമാനി മൗലി പറഞ്ഞിട്ടുള്ള, KC അബ്ദുള്ള മൗലിക്ക് മറുപടി എഴുതിയപ്പോൾ ചെറിയ മുണ്ടം ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ. പക്ഷേ തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ജാമിഅയിൽ വെച്ച് ഹനീഫ ഗായക്കൊടി കളിയാക്കുന്നത് കേട്ടോളൂ. പിന്നെ ചിലരൊക്കെ ചോദിക്കൽ എന്താണെന്നറിയോ? അതിങ്ങനെ ചുണ്ടൊക്കെ കൂർപ്പിച്ച് അതിലെവിടെയാ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറയുമ്പോ എന്തോ ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റൊക്കെ ചിലരുടെ ഖുശൂഅ ഓരോരുത്തരുടെ മനസ്സിൽ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ ഇല്ലല്ലോ, അപ്പൊ പ്രാർത്ഥനയാവൂലല്ലോ. നാട്ടില് സകല കുബൂരികളും പറയല തന്നെ. മൊയ്തീൻ ശൈഖിനോട് തേടുന്നതിന് എതിർക്കൽ എന്താ? ഇബാദത്തിന്റെ നിർവചനം എന്ത്? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ, പരമമായ വണക്കവും കീഴ്വണക്കവും ഞങ്ങൾക്കതില്ല. അതേ സംഗതി ജിന്നിനോട് തേടുന്നവര് പറഞ്ഞാലും അതേ മറുപടി തന്നെ നമുക്ക് പറയാനുള്ളത്. കേട്ട അഖ്സ പണ്ട് ഈ കേട്ട ആളുകൾ അത് ഖുർആനിലെ ആയത്താന്ന് വിചാരിച്ച മൊയ്ലിയന്മാരുണ്ട്. അതേമാതിരി ഈ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹ് ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണ്. അതിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ അതൊരു വിളിയല്ലേ? കണ്ടോ? അതും ഇപ്പൊ പൊളിച്ച് ഇവര് തൗഹീദിനെ പൊളിക്കാണ്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുലിനെ പറ്റി അമാനി മൗലവി എഴുതി നോക്കൂ നിങ്ങൾ. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക. അഖ്സാ ഗായത്തി തദല്ലുലി വൽ ഖുശൂഇ എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ്. അപ്പൊ നമ്മളെല്ലാവരും അംഗീകരിച്ചതും മുൻകാല പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതുമായ പൊതുവായ നിർവചനമാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകാൻ. അപ്പൊ ഖുറാഫി പറയാണ്, മൊയ്തീൻ ശൈഖേ എന്ന് വിളിക്കുമ്പോ എന്റെ മനസ്സിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ ഇല്ല. ഓൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുമോ? കള്ള് കുടിക്കുമ്പോ ഞാൻ വെള്ളച്ചായ കുടിക്കുന്ന പറഞ്ഞാൽ അത് വെള്ളച്ചായയാകുമോ? അവന്റെ മനസ്സിൽ അതുണ്ട്. എപ്പോഴാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ ഉണ്ടാകുക? ഇവിടെ അതും വിശദീകരിച്ച അമാനി മൗലവി. സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും പ്രകടനമാണ് ഇബാദത്താകുന്ന ആരാധന. സയ്യിദ് റഷീദുള്ള വിശദീകരിച്ചത് അതാണ്. വിനയവും താഴ്മയും മനുഷ്യൻ പലരോടും പ്രകടിപ്പിക്കും. പക്ഷെ അത് സാധാരണ വിനയവും താഴ്മയുമാണ്. സാധാരണക്കപ്പുറത്തുള്ളതാണെങ്കിൽ അത് അങ്ങനെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അതെപ്പോഴാണ്ടാകുക? വിനയം അർപ്പിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി, ശക്തിയെപ്പറ്റി അർപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകാണ് ഇയാൾക്ക് എന്തോ അഭൗതികമായ ഒരു കഴിവുണ്ട്. ഇപ്പൊ ഇവിടുന്ന് മൊയ്യദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയി ബർസഖിലെത്തിയ മൊയ്യദ്ദീൻ ശൈഖ് ആ വിളി കേൾക്കും. കേൾക്കാൻ അദ്ദേഹത്തിന് അഭൗതികമായ കഴിവുണ്ട്. കേട്ട് എന്റെ മനോഗതങ്ങൾ അറിയും, എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന വിശ്വാസം അപ്പോഴാണ് അത് ഇബാദത്തായി തീരുന്നത്. വളരെ വ്യക്തമായി സുഹൃത്തുക്കളെ ഞാൻ പലയിടത്തും വിശദീകരിച്ചതാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിപ്പോ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടു? അല്ല കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു കേട്ടു. പണ്ടൊരാള് പറഞ്ഞ അയല നല്ല മീനാണ്. നീ കിട്ടുന്നതാ? അല്ല, എന്റെ അളിയൻ കൂട്ടിയിട്ട് അളിയനോട് പറഞ്ഞാന്ന്. അയല നല്ല മീനാന്ന്. ഈ ജാതി വർത്താനാ. ആ ക്ലിപ്പ് പോലും ശരിക്കും കേട്ടിട്ടില്ല. ആ ക്ലിപ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. അതുകൊണ്ട് അത് ഹറാമാണ്, ഒരു മുഅ്മിന് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവിടെ ജിന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും എന്റെ പേരിൽ ശിർക്ക് ആരോപിക്കാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പൊ അടുത്ത് ഒരു സുല്ലമിനെ കൊണ്ടുവന്ന് വിശദീകരിപ്പിച്ചു. അപ്പോ സൂപ്പർ ബസാറിൽ വെച്ചിട്ട് ഫൈസൽ മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് 4.5 മണിക്കൂർ ചോദ്യോത്തരം, മൊത്തം 5.25 മണിക്കൂറാ. അതിന്റെ കാസറ്റ് ഇൻഷാ അല്ലാഹ് 27-ാം തീയതി ഇവിടെ പരിപാടി റിലീസാകാൻ പോവുക. അതിന്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളി, എല്ലാവരും വാങ്ങണ കാസറ്റ്. ഇപ്പോൾ സത്യത്തിൽ മൗലവി ഇപ്പോൾ സക്കരിയ മൗലവിക്ക് ഒരു ഗണ്ണനാണ് നടത്തിയത്. കാരണം മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്തിൽ ഷിർക്കും, കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്കുമാണ് എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിന്നും അഥവാ മുസ്ലിം ജിന്നും ഒരിക്കലും ബന്ധപ്പെടില്ല മനുഷ്യനായിട്ട്, അവൻ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിർ ജിന്നാണ്, അത് വസീലയിലെ ഷിർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പോൾ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സക്കരിയ മൗലവിൻ്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ തീരും. സംഘടനയിലെ പ്രശ്നങ്ങൾ ഓക്കെ. യഥാർത്ഥത്തിൽ സക്കരിയ ഇതേപോലെ സക്കരിയ സുലൈമാനെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിക്കണേ, നിങ്ങൾ പറയും ഇത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ വാദമാണല്ലോ എന്നറിയും. ഫൈസൽ മുസ്ലിയാർ ഞങ്ങളോട് ഒന്നും പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ സക്കരിയ സുലൈമാനി ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹർഫ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു ഹർഫ് സക്കരിയ സുലൈമാനിയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ്. പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് കൊണ്ടുപോയി അപ്പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് അപകടമാണല്ലോ, അതുകൊണ്ടാണല്ലോ പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമ്മൾ ചില നേതാക്കന്മാർ പ്രസംഗിച്ചത്. ഒരു തെറ്റിദ്ധരിച്ച ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇങ്ങനത്തെ ചില ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാർ. അത് കണ്ടപ്പോൾ ഓര് തോന്നി ഇങ്ങനെയാണോ, എന്നാൽ പിന്നെ അങ്ങനത്തെ കേൾക്കും. കരിമ്പിലാക്കൻ്റെയും അലിമദൻ്റെയും ഒരു സറഹടക്കാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്, ഓരോ വിശദീകരണം അടക്കം. അപ്പം തെറ്റിദ്ധരിച്ചു. അത് സമ്മേളന സുവനീറിലടക്കം വന്നു, പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു. എന്നിട്ട് പിന്നെ വിജനത്തിൽ തിരുത്തി എഴുതി പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പോൾ വിജനത്തിൽ തിരുത്തി വന്നു. അപ്പോൾ എല്ലാം അങ്ങനത്തെ സക്കരിയ സുലൈമാനുമായി നയിക്കുന്ന നിങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സക്കരിയ സുലൈമാനെ പറ്റി പറഞ്ഞിട്ടൊന്നും ശരിയല്ല. അപ്പോൾ സക്കരിയ സുലൈമാനി പറഞ്ഞതുകൊണ്ടല്ല സംഘടന പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറം സക്കരിയ സുലൈമാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം. ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ ഈ പറഞ്ഞതൊക്കെ സക്കരിയ സുലൈമാനിക്ക് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തീരുന്ന. അപ്പോൾ സക്കരിയ സുലൈമാനി ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ, അപ്പം പിന്നെ അതുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായത്. പിന്നെ പ്രശ്നം ഉണ്ടായത് എന്താണ്? അത് വേറെ ചില മനുഷ്യന്മാരെ കൊണ്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ. ഈ പറഞ്ഞതേ സക്കരിയ സുലൈമാനി പറഞ്ഞുള്ളൂ, ഈ പറഞ്ഞതേ ജബ്ബാർ മൗലവിയും പറഞ്ഞുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രശ്നം തീരുന്നതാണെങ്കിൽ അപ്പം പിന്നെ ഓരോ പറച്ചിലുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പിന്നെ മിണ്ടാലും അടി മിണ്ടാഞ്ഞാലും അടി എന്ന് പറഞ്ഞാൽ മറ്റോ ഓങ്ങിക്കാണ്. ആ പ്രശ്നമാണ് സംഘടന ഉണ്ടായത്. എന്തു പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ സക്കരിയ സുലൈമാനി പറഞ്ഞു വയ്ക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ്, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞു വയ്ക്കുക. എന്നാ പ്രശ്നം തീരുമോ? എന്നാ തീരുമോ? ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് സലഫിയത്തിനെ തകർക്കാൻ ഈ വക പല ഹദീസുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാർ ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ മടവൂരാളൊപ്പം പോകേണ്ട ചിലർ പോകാതെ അവിടെ നിന്നു. സംഘടനയും സംവിധാനവും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് പോലെ അവിടെ തന്നെ നിന്നു. അങ്ങനത്തെ ആളുകളെ ഉള്ളിൽ സിഹറില്ല, കണ്ണേറില്ല, ഈ വക ഏർപ്പാടൊന്നുമില്ല എന്നാണ് ഓല വിശ്വാസം ഇപ്പോഴും. അതിനെതിരായി ഇതൊക്കെ ഉണ്ടെന്ന് പറയണവന് കണ്ണിലെ കരടായി അതൊരു അപശബ്ദമായി ചിലർക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക, ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് ഇത് നടപ്പാക്കി. അത് തൽക്കാലം ഒരു ബോംബാണിട്ടു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നാണ് പറയണത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇത് അറിയില്ലല്ലോ. ഓല അവിടുന്ന് പോലും കേട്ടപ്പോൾ എന്താ റബ്ബേ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ, എന്നാൽ പിന്നെ പോണേക്ക് പോട്ടെ, സക്കരിയ സുലൈമാനി ആയാലും വേണ്ടില്ല, ഹുസൈൻ സലീഫ് ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, നമുക്കൊരാവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും. ആ ഒരു പോയിന്റ് ദുരുപയോഗം ചെയ്തിട്ട് ചില മനുഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ സക്കരിയ സുലൈമാനിയോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സുലൈമാനി പറഞ്ഞത്, അത് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ അതല്ല പ്രശ്നത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാം. മൗലവി പറഞ്ഞു KJU അഥവാ ഇപ്പോൾ KNM കണ്ണേറ് വലിക്കൂല, സിഹർ വലിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൗലവി അങ്ങനെയല്ല പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരിതാക്കിയത്. അല്ലല്ല, പിന്നെന്താണ് അവിടെയാണ് വ്യത്യാസം. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ക്ലിപ്പുണ്ടാകല്, ഇങ്ങനെ തന്നെ ഈ ക്ലിപ്പൊക്കെ ഉണ്ടാകല്. ഇത്രയും മനുഷ്യന്മാരെ മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്താ KJU സിഹർ ഇല്ലാന്ന് പറഞ്ഞു. KJU മെമ്പറാണ് ഞാനും, KJU ഉത്തരവാദപ്പെട്ട മെമ്പറാണ് ഞാൻ, KNMന്റെ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ, ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ KJU പറഞ്ഞാൽ എനിക്കും ബാധകല്ലേ?
KJ പറഞ്ഞിട്ടില്ല. KJ ഔദ്യോഗികമായി എന്നും പറഞ്ഞത് സിഹർ ഉണ്ട് തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാരായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഈ ബുക്കിൽ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, വ്യക്തമായി പറഞ്ഞു. കണ്ണേറുണ്ട്, ജിന്നുബാധ ഉണ്ട്, ഇതിലുണ്ട്. ജിന്നുബാധ ഉണ്ട് ഈ ബുക്കിലുണ്ട്. പുതിയ പതിപ്പറിഞ്ഞ അതിലുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്, ഖുർആൻ പരിഭാഷയിലുണ്ട്, അമാനിമൊഴി എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതത്തിലുണ്ട്. അവിടെ ഒന്നും KJയിലും തർക്കമില്ല, KNMനും തർക്കമില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ KJയിൽ ചില മനുഷ്യന്മാരുണ്ട്. ഓലും മടവിനൊപ്പം പോകേണ്ടവരായിരുന്നു, പക്ഷെ പോയില്ല. ഓല് അന്ന് പോയിരുന്നെങ്കിലോ ഈ ഒച്ചപ്പാടൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഓല് ഇവിടുത്തെ നിന്നു. ഇന്നലെ അബ്ദുസ്സലാം സുല്ലമിൻ്റെ വാദം ഇവിടെ എന്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അബ്ദുസ്സലാം സുല്ലമി അന്ന് തന്നെ പോയി, എനിക്കിവിടെ പറ്റൂല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ആ പോകേണ്ട ചില മനുഷ്യന്മാർ ബാക്കിയായി. അവർ ഈ പറഞ്ഞൊന്നും അംഗീകരിക്കുന്നില്ല. സിഹർ ഉണ്ടെന്ന് KJ പറഞ്ഞാലും അതിനപ്പുറം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇരുവേറ്റി പറഞ്ഞല്ലോ ബുഖാരില്ല, ബുഖാരിൻ്റെ വാപ്പ് പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമില്ല. അപ്പം അങ്ങനത്തെ ആ ഇരുവേറ്റിയും ഈ പുറത്താക്കപ്പെടുന്നവരെ KJ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ KJ പറഞ്ഞ കാലത്തും ഇയാൾ ഇതിനുള്ളിലുണ്ട്. അപ്പം അയാളുടെ വിശ്വാസം എന്താണ്? സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. തോട്ടുക്കരുടെ ബുഖാരി എന്നാണ് വേറൊരാൾ പറഞ്ഞത്, അയാളും ഇതിന് മെമ്പർ തന്നെയാണ്. ആരാവട്ടെ, സിഹറില്ല എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യന്മാരുണ്ട്, പോലും ഇതിന് മെമ്പർമാരാണ്. അപ്പം KJ ഔദ്യോഗികമായി പറഞ്ഞ സിഹർ ഉണ്ട് തന്നെയാണ്. ഈ കാസറ്റ് നിങ്ങൾ വാങ്ങി കേൾക്കണം. 5.5 മണിക്കൂറുള്ള കാസറ്റാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ പറഞ്ഞു പരത്തുന്ന എന്താ? സക്കരിയ സലാഹിക്ക് അബ്ദുറഹ്മാൻ സലഫിയോടെന്തോ ഈഗോ പ്രശ്നമുണ്ട്. അവർ തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിന് ഈ പ്രസ്ഥാനം രണ്ടായി. ഇപ്പം എൻ്റെ ഈഗോ പ്രശ്നമാണോ KNM ISMനൊക്കെ പിരിച്ചുവിട്ടത് തന്നെ? അപ്പം അവരേറ്റ് ഈഗോ പ്രശ്ന ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല. പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി മണ്ഡലത്തിലെ KNM എന്നെ പിരിച്ചുവിട്ടു. എന്താ ഓല് ജിന്നുണ്ട് എന്നിട്ടാ? ഇവിടെ ഉള്ളവരൊക്കെ ജിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാ? ഇത് അജണ്ട വേറെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. സംഘടനയെ കൈപ്പിടിയിലൊതുക്കിയ ഒരു കോക്കസ് ഈ സംഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നമ്മളൊക്കെ നിന്നു കൊടുത്താലേ അത് നടക്കുള്ളൂ. നമ്മൾ നിന്ന് കൊടുക്കാതിരുന്നാൽ CD ടവറിൽ കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും. വേറെ ഒന്നും ഇവിടെ നടക്കൂല. അതിനെന്ത് വേണം? മുജാഹിദ് പ്രവർത്തകർ ഉണരണം. പ്രശ്നമില്ലെന്ന് വിചാരിച്ചിട്ട് കാട് കയറാൻ പോകല്ല, ഉണർന്നു പ്രവർത്തിക്കണം. വരച്ച വരയിൽ നിർത്തണ്ടോലെ. അതിന് നാം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാരുടെ ഈഗോ പ്രശ്നമല്ല, ഇതൊരു കോക്കസ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശൈത്താന്റെ സഹായത്തോടു കൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള വലിയ ആക്ഷേപം എന്താണെന്നറിയോ? ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ജിന്നുബാധയുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയ ഒരാൾ ഞാൻ പറഞ്ഞയച്ചു എന്നാ പറയുന്ന കേട്ടാത്തൊന്നും. വല്ല ഏതോ ജ്യോത്സ്യൻ്റെ അടുത്തേക്കോ ഏതോ തങ്ങളെടുത്തേക്കോ ഏതോ തെരീക്കത്തിലെ ഷെയ്ഖിൻ്റെ അടുത്തേക്കോ പറഞ്ഞയച്ചു. ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്കും പറഞ്ഞയച്ചതല്ല. ഒരു KNMന് അംഗീകരിക്കുന്ന റുഖിയ ശറയ്യ ഉണ്ടെന്ന് പറയുന്ന തൗഹീദുള്ള പണ്ഡിതന്മാരത് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന KNM പ്രവർത്തകൻ്റെ അടുത്തേക്കാണ് ഞാൻ അയച്ചത്. ഞാൻ അയച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു. അങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളി. ഇത് കണ്ടിട്ട് എനിക്ക് ഖുർആൻ കേൾപ്പിച്ച് നോക്കുമ്പോൾ എന്ന് വയലൻ്റായി. ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ട് എങ്ങനെ ഓതാൻ കഴിയുന്നില്ല. ഓതാൻ കഴിയുന്നില്ല. 3 വട്ടം ഓദിച്ചിട്ടും. ഞാനുണ്ട്, KNMന്റെ മുൻ പ്രസിഡന്റ് അബൂബക്കർ ഡോക്ടർ കടവത്തൂരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്തോ ശൈത്താനിയത്തെന്നാ തോന്നണത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയി നോക്കണം. അയാളെ ചികിത്സയെപ്പറ്റി നമ്മുടെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും ഞാൻ അടുത്ത് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ അനസ് മുസ്ലിയാർ സക്കരിയ സലാഹിക്ക് കൊല്ലുവല്ലായത് അറിയില്ലേ, സക്കരിയ സലാഹിക്ക് ആയത്തുൽ കുർസി അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ അനസ് മുസ്ലിയാർ സ്വന്തം കുടുംബത്തിലൊരാൾക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി ഡോക്ടർ സുബൈറിനെ കൂട്ടിക്കൊണ്ടുവന്നു. റുഖിയ നടത്താൻ കയ്യാളായി നിന്നു. എന്നിട്ട് തിരിച്ച് കാറിൽ കൊണ്ടാക്കി കൊടുത്തു. ഒരു കുഴപ്പമില്ല. സക്കരിയ സലാഹി പൊയ്ക്കോളിന്ന് ഗൈഡൻസ് കൊടുത്ത് വലിയ കുറ്റം. കേട്ടോളി, ഡോക്ടർ സുബൈർ തന്നെ പറയുന്നത് കേട്ടോളി. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും അങ്ങനെ വയലൻ്റായ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിൻ്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല.
എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പലതരത്തിലുള്ള ക്ലിപ്പുകൾ കാണേണ്ടതുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് വലിയ ആക്ഷേപം പറഞ്ഞതാണിത്. ഞാനൊരാളത്തിങ്ങനെ ഉണ്ട് പോയി നോക്കി എന്ന് പറഞ്ഞതിന് ഇത് കൊണ്ടുപോയി കൂട്ടി കൊണ്ടുവന്ന് കയ്യാളായി നിന്നൊക്കെ ചെയ്തു. എന്നിട്ട് അയാൾ പുറത്തൊന്ന് പ്രസംഗിക്കുക, സക്കരിയ സലാഹിക്ക് ആയത്തുൽ കുർസി അറിയില്ലേ, അങ്ങനെ റുക്കിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അല്ലേ, അതിന് സ്പെഷ്യൽ ആളുണ്ടോ? അവസാനം സമ്മേളനത്തിലൊന്ന് ഡോക്ടർ ജാക്കിർ നായിക്കും പറഞ്ഞു. അതന്നെ ജാക്കിർ നായിക്ക് എന്താ പറഞ്ഞത്? ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, ഇതാ എല്ലാ പ്രശ്നത്തിനും ഇസ്ലാമിൽ പരിഹാരം ഉണ്ടല്ലോ, അപ്പൊ ജിന്നുബാധ ഉണ്ടായ എന്താ പരിഹാരം? അതിന് അതിൻ്റെതായ മശായിഖ്മാരുണ്ട്, അവരുടെ അടുത്ത് റുക്കിയ ശറയ്യ നടത്തണം. ഞാൻ കമ്പാരിറ്റീവ് റിലീജിയൻ മതതാരതമ്യ പഠനത്തിലാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. ജാക്കിർ നായിക്കിൻ്റെ അതിന് ഇപ്പോൾ ഹാർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഉള്ള പോലെ, തലയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഉള്ള പോലെ റുക്കിയക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരുടെ അടുത്ത് പോകണം. കണ്ടോ, ഇത് പറയാൻ യഥാർത്ഥത്തിൽ ജാക്കിർ നായിക്കിന്റെ ക്ലിപ്പ് മലയാളത്തിലാക്കിയത് വേണമെങ്കിൽ നിങ്ങൾക്കൊരല്പനേരം കേൾപ്പിച്ചു തരാം, അത് കേട്ടോളൂ. അതൊക്കെ ഞാൻ സ്വാധീനിച്ച് പറയിപ്പിച്ചാന്നാ പറയണേ. എൻ്റെ സ്വാധീനം എത്രേ, ഞാനപ്പോൾ ഖത്തറിലുള്ള ഞാൻ മൂപ്പര് ബോംബെയിൽ വിളിച്ച് സ്വാധീനിച്ചിട്ട് സമ്മേളനത്തിലേക്ക് എന്തൊന്ന് പറയും. കേട്ടോളൂ. Islam is solution. We are trying to say that Islam provides solution for all the problems Muslims faced by the human beings. Let me ask, what is the solution that Islam suggests to the person who have possessed by the jinn, or whether jinn possess human beings? Then can you please suggest the measures to cure such disease? ചോദ്യാണത്. Assalamu alaikum wabarakatuh. My name is Arif Muhammad Khan. I am a student. എൻ്റെ ചോദ്യം ഇസ്ലാം ഒരു പരിഹാരം എന്ന വിഷയത്തെ പറ്റിയാണ്. മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ടെന്ന് നാം പറയുന്നു. ജിന്ന് ബാധിച്ച ഒരാൾക്ക് എന്ത് പരിഹാരമാണ് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത്? ദയവ് ചെയ്ത് ഇത്തരം രോഗം സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ? ജിന്ന് ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം. അൽഹംദുലില്ലാഹ്. സിഹറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല, എന്നാൽ സിഹർ എന്ന വസ്തുതയുണ്ട്. നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം. ആർക്കെങ്കിലും ഷെയ്ത്വാൻ മൂലമുള്ള സിഹർ ബാധിച്ചാൽ അതിന് ഹദീസിൽ റുഖ്യ പരാമർശിച്ചിട്ടുണ്ട്. സ്വഹീഹായ വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റുഖ്യ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്ത് ഹിജ്റിലും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും ജിന്നുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്. ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ എങ്ങനെ റുഖ്യ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. റുഖ്യയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. റുഖ്യ
എങ്ങനെ ചെയ്യണമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടത്? റുക്കിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം. ഷെയ്ത്താൻ മൂലമുള്ള സിഹ്റു ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റുക്കിയ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വഹീഹായ പല ഹദീസുകളും ഇത് പറയുന്നു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിഹ്റു ബാധ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിലധികം പേരും ഖുർആനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസുകളും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക. ചികിത്സ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് അകന്നിട്ടില്ല എന്നും നോക്കുക. അപ്പോ ഡോക്ടർ സാക്കിർ നായിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന് പരിഭാഷയായിട്ട് കൊടുത്തതാ. റുഖിയ ഒരു ചികിത്സാ രീതിയാണ്, അതിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അവരുടെ അടുത്ത് പോവുകയാണ് ജിന്നുബാധയോ സിഹ്റുബാധയോ ഉണ്ടായാൽ ചെയ്യേണ്ടത്. ഇത് അവിടെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ട് ഇതിപ്പോ അക്ബർ സാഹിബിന് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അബ്ദുറഹ്മാൻ സലഫിക്കും കുറച്ചെന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഗണ്ണിക്കണ്ടേ? ഗണ്ണിച്ചോ? ഗണ്ണിച്ചില്ല. ഇത് സക്കരിയ സലാഹി പറയിപ്പിച്ചതാണെന്ന് അപ്പൊ പറയുന്നത്. കർണാടകത്തിലുള്ള അഖിലാദീസിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ബോംബെ ലോബിയുമായി ബന്ധപ്പെട്ട് സ്വാധീനിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാണ്. നഊദു ബില്ലാഹ്. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചാൽ, ജാക്കിർ നായിക്കുമായി പല വിഷയങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടി സലഫികളുടെ മറുപടിയാണ്. അത് മുജാഹിദ് സ്റ്റേജിൽ വെച്ച് മുജാഹിദ് സമ്മേളനത്തിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഈ യോഗയെ സംബന്ധിച്ചും ചോദിച്ചു തോന്നുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. യോഗയെ സംബന്ധിച്ച് യോഗ ഉദ്ഘാടനം ചെയ്ത TP അവിടെ ഉണ്ട്. യോഗ തെറ്റാണെന്ന് അവിടെ അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞ ശർഇൽ അംഗീകരിക്കപ്പെട്ട മന്ത്രം, അത് ഖുർആനും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളും ഹദീസിൽ വന്ന ദിക്റുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട ചികിത്സാ രീതിയാണ്. അത് KM മൗലവി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ, ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ, ഖുർആൻ ഹദീസിൽ വന്ന ദിക്റുകൾ എന്നിവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ചികിത്സയാണ്, പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി വേണ്ട, ഈ അനസ് മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. ഓതാം, ഊതാം. അങ്ങനെ ഓതുമ്പോ നാവിലൂടെ സംസാരിക്കും. അപ്പൊ ആ സംസാരിക്കും, അവരോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോന്ന് മാത്രമേ പറയാവൂ എന്ന് മൂപ്പരിനെ പ്രസംഗിക്കുന്നത് കേട്ടുള്ളൂ. എറണാകുളത്ത് KJന്റെ ആദർശ വിശദീകരണ യോഗമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ക്ലിപ്പാണ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടി കേട്ടോളൂ. ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. കണ്ടോ, ഒരാൾക്ക് ജിന്ന് ബാധിച്ചിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താ? ജിന്ന് ബാധിച്ചിരിക്കുന്നു വഹയുള്ള നബിക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ ഇയാൾക്ക് വഹയുള്ള കാലത്ത് പറഞ്ഞതാ. 2011 ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിദായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ജിന്ന് ഹാജരാകുക അത് ഖുറാഫിയല്ലാവൂലോ? ജിന്ന് ബാധിച്ചാൾക്ക് ഓതിക്കൊടുക്കുമ്പോ ജിന്ന് ഹാജറാവും, ഹാജറായി സംസാരിക്കും. അപ്പൊ റുഖ്യ നടത്തുന്ന ആളോട് ആ ജിന്നിനോട് സംസാരിക്കാണ്. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. ബേക്കൽ അബ്ദുറഹ്മാൻ സലഫി ഉണ്ട് കേട്ടോ, അത് നല്ലോണം നോക്കണം. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ട് അങ്ങനെ വസുമതി ജിന്നിനെ ഇളക്കുമ്പോ ജിന്ന് സംസാരിക്കും, പല വിഷയങ്ങളും പറയും. ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവൻ പണ്ട് സിഹിർ ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അറിയല്ലോ. വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവളിപ്പോ അലഞ്ഞടക്കണ അത് പ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത്
ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ ജിന്ന് ബാധിക്കും, അത് നമുക്ക് തിരിച്ചറിയാം. അവർക്ക് ഓതിക്കൊടുക്കുമ്പോ ഹാജറായി രോഗിയുടെ നാവിലൂടെ സംസാരിക്കും. അപ്പൊ അവരോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. ബസുമതി എവിടെ, ഗോപാലിനവിടെ ഒന്നും ചോദിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോകാൻ പറയുന്നേ പാടുള്ളൂ. അങ്ങനെ കൂടുതൽ സംസാരിച്ചാൽ അത് റുഖിയാവൂല. ആയിക്കോട്ടെ, ആർക്കും ഇവിടെ കൂടുതൽ സംസാരിക്കണം എന്ന അഭിപ്രായം? ഇവിടെ റുഖിയ തന്നെ പാടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഹാജറാകുന്നല്ല ഖുറാഫിയാവുന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഹാജറായ ഇതിനോട് സംസാരിക്കുക ആരാത്? ഇത് ഖുറാഫാത്തല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഞാനൊരിക്കൽ ജമിയത്തിൽ വേണ്ട യോഗത്തിൽ ഇത് പറഞ്ഞപ്പോ ഹാജറാകി എന്നിട്ട് ചാടി ഉണ്ണിക്കുട്ടി മൗലവി എന്താ ഈ പറയണത്? അബ്ദുറഹ്മാൻ സൽഫിനെ ബാക്കിലിരുത്തിയിട്ട് KJUവിന്റെ ആദർശം വിശദീകരണത്തിലാണ് പറയുന്നത്. അപ്പൊ മൂപ്പർ മുമ്പ് ആലിൻ്റെയിലൊക്കെ സിഹർ ചെയ്ത ആളായതുകൊണ്ട് മൂപ്പർ അനുഭവം പറഞ്ഞതായിരിക്കും. ബസുമതി എവിടെ, കട്ടുപാറ കലിങ്ങിന്റെ അടിയിലാണ്, കെട്ടിത്തൂങ്ങിയ ഗോപാലിനവിടെ എന്നൊക്കെ മൂപ്പർ ചോദിച്ചതായിരിക്കും. അതൊന്നും റുക്കിയല്ല എന്നാണ് മൂപ്പരുടെ ആകപ്പാടുള്ള പോയിന്റ്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ ജിന്ന് ബാധണ്ട്, അതിന് ഓതാം, ഊതാം, ഹാജറാകും എന്നൊക്കെ സമ്മതിച്ചു. വരട്ടെ, കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ സമ്മതിച്ച് വരികയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഖുറാഫിയായി, മൂപ്പര് പറഞ്ഞാൽ പിന്നെ മൂപ്പര് ഞമ്മന്റെ ആളല്ലേ, നേതാക്കന്മാരുടെ ഇഷ്ടത്തോടനല്ലേ, എന്തും പറയാമല്ലോ. സുഹൃത്തുക്കളെ, സമയം അല്പം അധികരിച്ചതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പ്രവാചകചര്യയും മാതൃക മുസ്ലിം സമൂഹവും എന്ന ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ സന്ദർഭം ഇതായതുകൊണ്ട് അല്പകാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ഓർക്കണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. പ്രഖ്യാപിക്കൂ നബിയേ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധിയാകുന്നു. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ, നബിയെ പ്രഖ്യാപിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു ഒരിക്കലും ആ സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പാപം പൊറുക്കണം, അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നാം എന്തു വേണം? പ്രവാചകൻ സാസമ കൊണ്ടുവന്നതെന്തോ അത് കൂട്ടാതെ കുറക്കാതെ നാം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പ്രവാചകചര്യയിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനും മറിക്കാനും നാം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എന്റെ വാക്കിലോ എന്റെ പ്രയോഗങ്ങളിലോ എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്കോ അല്ലാത്തവർക്കോ ആർക്കെങ്കിലും വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആദർശത്തിന്റെ പേരിലുള്ള ധാർമ്മിക രോഷമല്ലാതെ ആരോടും, ഒരു വ്യക്തിയോടും, ഒരു പ്രസ്ഥാനത്തോടും ഞങ്ങൾക്കൊരു പകയോ വിദ്വേഷമോ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ, ഇവിടെ പുസ്തകങ്ങൾ പലതും നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. ഹദീസ് നിഷേധം, ഖവാരിജുകൾ മുതൽ മടവൂരികൾ വരെ എന്ന പുസ്തകം, അത് ഡോക്ടർ എം ഉസ്മാൻ എഴുതിയ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകം, സിഹിർ, മതവിധികൾ, ലക്ഷണങ്ങൾ, സുരക്ഷകൾ എന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയുടെ പുസ്തകം, ഇതൊക്കെ നിങ്ങൾ അവിടുന്ന് വാങ്ങണം. സ്റ്റേജിന്റെ വലതു ഭാഗത്ത് അവിടെ പിന്നിലുള്ള ആ ബുക്ക് സ്റ്റാളിൽ നിങ്ങൾ അതൊക്കെ വാങ്ങണം. CD-കൾ വാങ്ങണം, കേൾക്കണം, പഠിക്കണം, വിലയിരുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ആശയക്കുഴപ്പം നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുണ്ടായിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള മാർഗം പ്രമാണങ്ങളിലേക്ക് മടങ്ങൽ മാത്രമാണ്. ആശയക്കുഴപ്പം എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. സഹാബത്തിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആശയക്കുഴപ്പം. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഷിയാക്കൾ ഉണ്ടായത്. അഹ്ലു ബൈത്തിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഷിയായിസത്തിന് ജന്മം നൽകിയത്. പിന്നെ ഖവാരിജികൾ ഉണ്ടായി, പിന്നെ മുഅ്തസിലത്തുണ്ടായി, പിന്നെ ജബരിയാക്കൾ ഉണ്ടായി, പിന്നെ ഖദരിയാക്കൾ ഉണ്ടായി. അങ്ങനെ പലരും ഉണ്ടായി. ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലൊക്കെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾക്കിടയിൽ തെളിയിച്ചു കാണിച്ചു. ആശയക്കുഴപ്പങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എക്കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. അത് പിൻപറ്റി ആ പണ്ഡിതന്മാരോടൊപ്പം ഇസ്ലാമിന്റെ യഥാർത്ഥ ചിന്താധാരയെ മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അവസാനത്തെ ആശയക്കുഴപ്പക്കാരൻ ദജ്ജാൽ വരുന്നത് വരെയും അത് തുടർന്നുകൊണ്ടിരിക്കും. ദജ്ജാൽ വന്നിട്ട് ചെടി മുളപ്പിച്ച് കാണിക്കും, മരിച്ചവരെ ജീവിപ്പിച്ച് കാണിക്കും, മഴ വർഷിപ്പിച്ച് കാണിക്കും. അതിനും വലിയ ആശയക്കുഴപ്പമുണ്ടോ? പക്ഷേ നിങ്ങൾ വീണു പോകരുത് മുസ്ലിം ഉമ്മത്തെ. നിങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതിക്കോ, 10 ആയത്ത് പഠിച്ചു വെച്ചോ. അവനെ നിങ്ങൾ മുഖാമുഖം കാണേണ്ടി വന്നാൽ അവന്റെ മുഖത്ത് നോക്കി ഓതിക്കൊടുത്തോ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആശയക്കുഴപ്പങ്ങൾക്ക് അവസാനമില്ല. ഇത് തീർന്ന വീണ്ടും ആശയക്കുഴപ്പമുണ്ടാകും. ആശയക്കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് ഓടിപ്പോകാനോ അല്ലെങ്കിൽ രംഗം വിടാനോ നമുക്ക് പറ്റില്ല. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആശയക്കുഴപ്പങ്ങളുടെ അതിർവരമ്പുകൾ മനസ്സിലാക്കുക.
എന്താണ് പ്രശ്നമെന്ന് പഠിക്കുക, അങ്ങനെ നാം ഉറച്ചു നിൽക്കുക. അതാണ് ഒരു സലഫി പ്രവർത്തകൻ ചെയ്യേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനു വേണ്ടിയുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിർക്കാരോപണം നടത്തിയും കള്ളപ്രചരണങ്ങൾ നടത്തിയും അപ്പുറത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സന്മനസ്സും അതുപോലെ തന്നെ ഹൃദയ വിശാലതയും നൽകി ഇങ്ങോട്ട് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വിഷയം ഓരോരുത്തരും നിഷ്പക്ഷമായി പഠിക്കാൻ, ഗുണകാംക്ഷയോടെ പഠിക്കാൻ ഈ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആദർശ വിശദീകരണങ്ങളുടെ സീഡികളും പുസ്തകങ്ങളും പ്രത്യേകിച്ച് അൽ ഇസ്ലാഹ് മാസിക ഈ ലക്കം നിങ്ങൾ വായിക്കണം, വായിപ്പിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖദുൽ മൻ ഖദലൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.